സുഹൃത്തുക്കളെ, പെരുമൺപുറ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തട്ടകത്തിൽ എന്തോ മുജ്ജന്മ സുഹൃതം കൊണ്ട് വന്ന് പാർപ്പുറപ്പിക്കാൻ നിയോഗപ്പെട്ടവനാണ് ഞാൻ. പൊന്നാനിയാണ് എൻ്റെ നാട്. പൊന്നാനിക്കാർക്കൊരു ദുസ്വഭാവമുണ്ട്. ഈ പൊന്നാനിയാണ് ലോകത്തെ ഏറ്റവും വലിയ സ്ഥലം, ഏറ്റവും വലിയ മൈത്രിയുടെ സ്ഥലം, സമാധാനത്തിൻ്റെ സ്ഥലം എന്നൊരു ചെറിയ അഹന്ത പൊന്നാനിക്കാർക്കുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പൊന്നാനിക്കൊപ്പം അല്ലെങ്കിൽ അതിലും മഹത്തരമായ സ്ഥലങ്ങൾ, നാടുകൾ കേരളത്തിലുമുണ്ട് എന്നത്. പെരുമൺപുറ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി പെരുമൺപുറ അപ്പൻ എങ്ങനെ നാട്ടുകാരെ സ്നേഹിക്കുന്നു അതുപോലെയാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാർ എന്നെ ഈ നാട്ടിലേക്ക് സ്വീകരിച്ചത്, സ്നേഹോഷ്മളതയോടെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷത, ഇവിടെ എത്രത്തോളം സമർപ്പണത്തോടുകൂടിയാണ് ആദരണീയനായ നാരായണൻ നമ്പൂതിരിയെല്ലാം, പൂജാരിയായ നാരായണൻ നമ്പൂതിരിയെല്ലാം ഇവിടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിതമാകുന്നത്. അതേപോലെ തന്നെ സാംസ്കാരികമായ രംഗത്തും ഉയർന്നു നിൽക്കുന്നു എന്നതാണ്. ജനകീയമാണ്, ആത്മീയമാണ്, സാംസ്കാരികമാണ് ശ്രീ പെരുമൺപുറ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുഖമുദ്ര. ഇവിടെ ഇത്ര കൊല്ലാകൊല്ലം ഇത്ര സമ്പന്നമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടത്താൻ സജീവമായിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. ശ്രീ വിനോദ് മങ്കത്തായയുടെ പേരെടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ഉത്സാഹം, അദ്ദേഹത്തിൻ്റെ സ്നേഹോഷ്മളമായ പെരുമാറ്റം, അതൊക്കെ തന്നെയാണ് ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള നേതൃസ്ഥാനത്തുള്ള ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഉത്തേജനവും പിന്തുണയുമായി പ്രവർത്തിക്കുന്നത്. ശ്രീശൈലം ഉണ്ണികൃഷ്ണനെ പോലെയുള്ളവർ ഇവിടെ വന്നു. ഏറ്റവും സാഹിത്യ തൽപരനായിട്ടുള്ള ഒരു അധ്യാപകർ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യം എന്നെ കൂടുതൽ സന്തോഷവാനുമാക്കുന്നുണ്ട്. ഈ സാംസ്കാരിക സദസ്സിൽ ഒരു ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലുള്ള സാംസ്കാരിക സദസ്സിൽ നാം എന്താണ് ആലോചിക്കേണ്ടത്? മതത്തെപ്പറ്റി ആലോചിക്കാം, സംസ്കാരത്തെപ്പറ്റി ആലോചിക്കാം, ആത്മീയതയെപ്പറ്റി ആലോചിക്കാം. എനിക്ക് ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് ശ്രീ രവിശങ്കർ മതത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മതത്തിൻ്റെ ഉൾക്കാമ്പ് ആത്മീയതയാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ പഴത്തിനാണല്ലോ ഉൾക്കാമ്പുണ്ടാവും, തൊലിയും ഉണ്ടാവും. അതിൻ്റെ തൊലി മാത്രം തിന്നിട്ട് ഉൾക്കാമ്പ് വലിച്ചെറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി? ഇതുപോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറയാറുണ്ട് അദ്ദേഹം. കാരണം മതത്തിൻ്റെ ഉൾക്കാമ്പായിട്ടുള്ള ആത്മീയതയെ സ്വീകരിക്കാതെ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ മാത്രമായിട്ടുള്ള പിന്നെ പുറന്തൊലി മാത്രം തിന്നുന്നത് തീരെ ശരിയല്ല. അനുഷ്ഠാനങ്ങളെല്ലാം വേണം, പക്ഷെ ആ ഉൾക്കാമ്പ് സംരക്ഷിച്ചാൽ മാത്രമേ ആ പുറന്തൊലിക്ക് പ്രസക്തിയുള്ളൂ എന്നതാണ്. അപ്പോൾ ആത്മീയത എന്താണെന്ന് പറയാം. അപ്പോൾ മതത്തിൻ്റെ ഉൾക്കാമ്പ്, അതിപ്പോൾ ഏത് മതമായാലും ശരി, ഹിന്ദു മതമായാലും ശരി, ഇസ്ലാമായാലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും, അതിൻ്റെ എല്ലാം ഉൾക്കാമ്പ് അടിസ്ഥാനപരമായിട്ടുള്ള സ്നേഹത്തിൻ്റെയും ആത്മീയതയുടെയുമായിട്ടുള്ള മൂല്യങ്ങളാണ്. അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നാം മതത്തിൻ്റെ വെറും ചിട്ടവട്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് മഹാമണ്ടത്തരമാണ് എന്നാണ് ശ്രീ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ആത്മീയത എന്താ? ആത്മീയത എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഭൂലോകത്ത് തന്നെ ആത്മീയതയ്ക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള നിർവചനം കൊടുത്തത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജിയാണ്. മഹാത്മജിയോട് വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. രാവിലെ നേരം വിളിച്ചാൽ എനിക്കുള്ള പ്രാതൽ എവിടുന്നാ കിട്ടുക എന്ന ചിന്ത വെറും ഒരു ഭൗതിക ചിന്തയാണ്. പക്ഷെ അയൽക്കാരന് പ്രാതൽ കിട്ടുമോ, അവന് വിശക്കുമോ എന്ന ചിന്തയാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ പരക്ലേശ വിവേകമാണ്, മറ്റുള്ളവനെ പറ്റിയിട്ടുള്ള ചിന്തയാണ് ശരിയായിട്ടുള്ള ആത്മീയത എന്നുള്ളത്. ഇതാണ് മനുഷ്യത്വവും.
ഈ ആത്മീയതയാണ് സത്യത്തിൽ സാഹിത്യവും കലയും എല്ലാം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നാം സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ സാഹിത്യവും കലയുമെല്ലാം. സാഹിത്യവും കലയുമെല്ലാം തന്നെ പരക്ലേശ വിവേകമുണ്ടാക്കുന്നതാണ്, മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള പരിഗണന ഉണ്ടാക്കുന്നതാണ്. എങ്ങു മനുഷ്യനു കൈകളിൽ ചങ്ങല അങ്ങൻ കയ്യുകൾ തൊന്നിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന്. അതുകൊണ്ടാണ് എൻ വി കൃഷ്ണവാര്യർ